ഇവിടെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അത് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഇത് താനൂര് ദേവദാർ സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികൾ, ഫാത്തിമ 16 വയസ്സ്, അതേപോലെ അശ്വതി 16 വയസ്സ്. രണ്ടുപേരും ഇന്നലെ പരീക്ഷയുണ്ട് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോകുന്നു. ആ അശ്വതിയുടെ രക്ഷിതാവാണ് ദേവദാർ സ്കൂളിന്റെ അടുത്തുള്ള ഒരു ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ ഇറക്കി കൊടുത്തിട്ട് പോകുന്നത്. അവിടെ നിന്ന് ആ കുട്ടികൾ യൂണിഫോം ഒക്കെ മാറിയിട്ട് നേരെ തിരൂരിൽ നിന്നും കോഴിക്കോട് വിട്ടുക. കോഴിക്കോട് എത്തിയിട്ട് ഫോൺ പിന്നെ സ്വിച്ച് ഓഫ്. പിന്നെ ഒരു വിവരമില്ല. അപ്പൊ ഇന്ന് ഇത്ര നേരമായി ഇതുവരെയായിട്ട് ഒരു വിവരമില്ല. എന്താണ് സംഭവിച്ചതെന്ന് ഒരു പിടിയുമില്ല. നമ്മുടെ നാട്ടിലുള്ള കുട്ടികളുടെ ഒക്കെ സ്വഭാവം നല്ല രീതിയിൽ മാറുന്നുണ്ട്. ഓരോ സ്ഥലത്തേക്ക് ഓടിപ്പോവുക, കുറെ കുട്ടികൾ പരീക്ഷ പേടിച്ചിട്ട് ആത്മഹത്യ ചെയ്യുക, ലഹരിക്ക് അടിമപ്പെടുക, കുറേ വിഷയങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 2K കിഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരേപോലെ ആയി മാറി അല്ലേ? അപ്പോൾ നമ്മൾ അവരെ അടിച്ചാക്ഷേപിക്കാനൊന്നും പാടില്ല, കാരണം അവർക്ക് ധൈര്യം കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, നമ്മളെക്കാളും ധൈര്യം കൂടുതൽ, ഐക്യ കൂടുതലാന്നല്ലേ പറയുന്നത്. എന്തായാലും ഈ 2 കുട്ടികൾ എങ്ങോട്ട് പോയി വലിയ ചർച്ചയാണ്. ഇതിൽ ഈ അശ്വതിയുടെ അച്ഛൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ എക്സ്ട്രാ ഡ്രസ്സ് വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടില്ല. അതിനർത്ഥം ഒന്നല്ലെങ്കിൽ ഫാത്തിമയുടെ ഡ്രസ്സ് ആയിരിക്കാം ഇവൾ ഇട്ടിട്ടുണ്ടാവുക, അശ്വതി ഇട്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ രണ്ടുപേരും പുറത്ത് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടാകുക. ഒരു കാര്യം കൂടിയും പറയുന്നുണ്ട്. അതായത് ഇവർ അവസാനമായിട്ട് കോൾ ചെയ്ത് എടവണ്ണയിൽ നിന്നുള്ള ഏതൊരാളാണ്, അല്ലെങ്കിൽ അവിടുത്തെ ലൊക്കേഷനിൽ നിന്നാണ് കോൾ വന്നിട്ടുള്ളത്. ഇവരുടെ ഫോൺ നേരെ കോഴിക്കോട് എത്തിയിട്ട് സ്വിച്ച് ഓഫ് ആവുന്നുണ്ട്. അതാണ് ലാസ്റ്റ് ലൊക്കേഷൻ. ഈ എടവണ്ണയിലുള്ള ഒരു കോള് ഒരു ട്രേസ് ചെയ്യുമ്പോൾ പിന്നെ കിടക്കുന്നത് മഹാരാഷ്ട്രയിൽ അങ്ങനെ എവിടെയാണ് കാണിക്കുന്നതെന്ന് പറയുന്നത്. എന്താണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നതെന്നൊന്നും ഒരു പിടിയില്ല. എന്തായാലും അശ്വതിയുടെ സഹോദരി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കൊന്ന് കേട്ടോക്കാം. അതെ, ഇന്നലെ സ്കൂളിക്ക് പരീക്ഷ ഉണ്ടെന്ന് അമ്മേന്റെ അടുത്ത് ഇവള് കള്ളം പറഞ്ഞിട്ടാണ് ഒപ്പം ഫ്രണ്ടിന്റെ ഒപ്പം പോയിട്ടുള്ളത്. രണ്ടുപേരും അച്ഛൻ ബൈക്കിൽ ആക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവരെ എവിടെയാണ്, സ്കൂളിൽ തന്നെയാണോ വിട്ടത്? സ്കൂളിന്റെ ക്യാൻറ്റീനിന്റെ അവിടെ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ ഏൽപ്പിച്ച് പോയതാണ്. അപ്പൊ ഒരു കഴിച്ചോണ്ടെന്ന് പറഞ്ഞിട്ട് അവര് അച്ഛനെ പറഞ്ഞയച്ചു. പിന്നെ അവരെ വിളിച്ചിട്ട് കിട്ടി. ആ ഒരു ഒറ്റ വട്ടം മാത്രം അവരെ വിളിച്ചിട്ട് കിട്ടിയിട്ടുള്ളൂ. ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചിട്ട് വിളിച്ചു. അപ്പൊ അവര് ഫുഡ് അവിടുന്ന് കട തുറന്നിട്ടില്ല, പുത്തൻതിരി പറഞ്ഞ് കുറച്ചുകൂടി ലോങ് സൈഡിലേക്ക് പോയിട്ട് കഴിക്കാൻ മതി പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. എന്നതിന് ശേഷം പിന്നെ അവരെ കിട്ടിയിട്ടില്ല. ഈ സ്കൂളിൽ കൊല്ലപ്പരീക്ഷ ആയതുകൊണ്ട് ടീച്ചർ വിളിച്ച് ചോദിക്കുകയായിരുന്നു ഈ കുട്ടി വന്നിട്ടില്ലല്ലോ എന്ന്. എന്നിട്ട് ടീച്ചർ ഇവിടെ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഇൻഫോർമേഷൻ ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് പേരൻസ് എല്ലാവരും ഞങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുള്ളത്. 3 മണിക്ക് ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട് പോലീസിന്. കേട്ടില്ലേ? അതായത് ഈ കുട്ടികളെ കാണാതായി. അതായത് ഒരു കുട്ടിക്കുള്ളൂ കേട്ടോ. പരീക്ഷ അശ്വതിക്കല്ല, പരീക്ഷ ഫാത്തിമയ്ക്കാണ്. അശ്വതിക്ക് പരീക്ഷയുണ്ട് എന്ന് പറഞ്ഞ് നുണ പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. അതായത് മുൻകൂട്ടി ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും കുട്ടിയെ കാണാനില്ല എന്നുള്ള ഒരു കാര്യം രക്ഷിതാവിനെ അറിയിക്കുമ്പോൾ ആ രക്ഷിതാവാണ് അശ്വതിയുടെ വീട്ടുകാരെ വിളിച്ചറിയിക്കുന്നത്. ഈ അശ്വതിയുടെ അമ്മയ്ക്ക് എന്തോ ഒരു അസുഖം ട്രീറ്റ്മെന്റ് ഒക്കെ ആയിട്ട് എടപ്പാളിൽ ഏതോ ആശുപത്രിയിലോ അല്ലെങ്കിൽ അവരുടെ വീട് ഇവിടെയാണെന്ന് തോന്നുന്നു. ഈ വീടിന്റെ ഇടയിൽ പറയുന്നത് കേട്ടു. അപ്പൊ അവരിവിടെ ഇല്ല. അപ്പൊ പരീക്ഷയുടെ കാര്യത്തിനാണ് ഇപ്പൊ താനൂരിൽ പോയിട്ടുള്ളത്. ആ ഒരു സമയത്താണ് ഇപ്പോൾ മകളെ ഈ ഒരു രീതിയിൽ കാണാതായിട്ടുള്ളത്. എന്തായാലും നല്ല പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. ഇനി ഇവർ പോയതാണോ ഇവരെ വേറെ വല്ലവരും കൊണ്ടുപോയതാണോ എന്നറിയില്ല. ഇതിൽ ഏറ്റവും എനിക്ക് ദേഷ്യം തോന്നിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാത്തിമയുടെ കൂടെ പോയത് കൊണ്ട് സിറിയൽ നോക്കിയാൽ മതി എന്നുള്ള കുറെ നായിന്റെ മക്കളുടെ കമന്റ് ഞാൻ കണ്ടു. വളരെ മോശം കേട്ടോ. ഈ ഒരു കാര്യത്തിന് നിങ്ങൾ എന്തിനാണ് ആ രീതിയിലൊക്കെ കാണിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാണുന്നത്? ഇതിനൊക്കെ മതപരമായ രീതിയിലൊക്കെ മാറ്റിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഞാൻ നുണ പറയണതല്ല. നിങ്ങൾ ഏതൊരു ന്യൂസിന്റെ അടിയിൽ പോയി നോക്കിയൊക്കെ ഫാത്തിമയുടെ കൂടെ ആയതുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് കുറെ ആളുകൾ പറയുന്നത്. ഇതൊന്നും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. ആ കുട്ടികൾക്ക് പരീക്ഷ പേടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യമാവും. അതിന്റെ അപ്പുറത്തേക്ക് ഈ ഒരു കാര്യം പറയുന്നത് അത് തെമ്മാടിത്തരാണ്. ഈ 2 കുട്ടികൾ ഇവര് കൂട്ടുകാരാണ്, ഇവരെ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ യാത്ര പോവുകയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും മുമ്പ് പോയിട്ടുള്ളവരാണോ? ഇതിൽ ഈ ഷഹദ പറഞ്ഞ പെൺകുട്ടി ഷൊർണൂർക്കൊക്കെ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. ഇവര് ടൂറ് വിടാൻ പേടിച്ചിട്ടൊക്കെ വിട്ടിട്ടില്ല. അപ്പൊ അതിന്റെ വാശി ദേഷ്യം കാരണം ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഫാത്തിമ ഷഹദ എന്ന കുട്ടി ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ടൂർ വിടാത്തതിന്റെ ഒരു വാശിക്ക് ഷൊർണൂരൊക്കെ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ഇപ്പൊ തിരൂരിന്ന് ഷൊർണൂരിലോട്ട് അത്രമാത്രം ദൂരമില്ല. ഇപ്പൊ ട്രെയിനിൽ പോകണമെന്നുണ്ടെങ്കിൽ 1/4 മണിക്കൂറിനുള്ളിൽ എത്തേണ്ടതാണ്. അതൊരു വലിയ ഒരു ടാസ്കുള്ള സാധനമൊന്നുമില്ല. അതിന്റെ അപ്പുറത്തേക്കൊക്കെ ആവുമ്പോൾ കുറച്ച് പ്രശ്നമായിരുന്നു. എന്നാലും ഇപ്പോഴത്തെ കുട്ടികളുടെ ധൈര്യം അത് നമ്മളെക്കാളൊക്കെ കൂടുതലാണ്. കുറെ പൊട്ടത്തരം ചെയ്യാനാണ് ഇപ്പൊ ധൈര്യം കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. മുൻപ് പോയിട്ടുണ്ടല്ലേ? പക്ഷെ അശ്വതി അങ്ങനെയൊന്നും പോയിട്ടില്ല. അവൾ അങ്ങനെ പോയിട്ടില്ല. ഇവ ഈ മറ്റേ കുട്ടിക്ക് പോയി പരിചയമുണ്ട്. അതാണ് അത് കോളിലേക്ക് കിട്ടിയിട്ടുള്ള. ഉച്ചയ്ക്ക് 2 മണിക്ക് ഒരു കോള് എടവണ്ണ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തു നിന്ന് ഒരു വ്യക്തി വിളിച്ചിട്ടുണ്ട്. ഈ 2 പേരുടെ ഫോണിലേക്കും വിളിച്ചിട്ടുണ്ട്. അപ്പൊ ആ നമ്പറിലുള്ള വ്യക്തി ആരാണ് എന്നാന്നൊക്കെ നോക്കുകയാണ് ഇപ്പൊ സാറ്. ഓക്കെ, ഈ ഫോൺ വിളി വന്നതിന് ശേഷമാണ് ഈ കുട്ടികളെ കാണാതായിട്ടുള്ളത്. ലാസ്റ്റ് വന്ന കോളാണ് പോലീസ് പരിശോധിക്കുന്നത് അല്ലേ? അതെ അതെ. ഉച്ചയ്ക്ക് 2 മണിക്ക് ഞങ്ങള് പേരൻസും ബന്ധുക്കളും അല്ലാണ്ട് വേറൊരു നമ്പർ എടവണ്ണയിൽ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 2 പേരെയും വിളിച്ചിട്ടുണ്ട്. 2 പേരെ വിളിച്ചിട്ടുണ്ട്. ഇവർ അങ്ങോട്ടും വിളിച്ചിട്ടുണ്ട്. അങ്ങനെ മാത്രമാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്.
ഓക്കെ, അതായത് രണ്ടുപേരെയും ഒരേ രീതിയിൽ കോണ്ടാക്ട് ചെയ്ത ഒരു നമ്പർ ഇടവണ്ണയിൽ നിന്നാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ ഒരു വ്യക്തി ഇവരുമായിട്ട് വലിയ രീതിയിലുള്ള ഒരു ബന്ധമുണ്ട്. അത് ഏത് രീതിയിലുള്ള ബന്ധം വേണമെങ്കിലും ആവാം, നമുക്കത് ഏത് രീതിയിൽ എടുക്കാം എന്നുള്ളതാണ്. അത് ഒന്നല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ആകാം, അല്ലെങ്കിൽ ഒരു സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ വേറെ രീതികളിലൊക്കെ നമ്മൾ ചിലപ്പോൾ മൈൻഡിൽ തിങ്ക് ചെയ്ത് വെക്കേണ്ടി വരും അല്ലെ. രണ്ടുപേരും കോമൺ ആയിട്ട് ഇടവണ്ണയിൽ നിന്ന് താനൂരിലേക്ക് കുറച്ച് ദൂരം എന്നല്ലേ, കുറച്ച് ദൂരം കൂടുതലുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ ഒരു ഇത് വരണമെങ്കിൽ എനിക്കത് സംതിങ്, അല്ലെങ്കിൽ അത് മൂന്നാമതൊരു പെൺകുട്ടിയാവാം, അവരും കൂടി ഈ ഒരു ഇതിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരാളാവാം. സാധ്യതകൾ ഒരുപാടുണ്ട്. എന്തായാലും ആ ആളുടെ നമ്പർ ട്രേസ് ചെയ്തപ്പോൾ ഇപ്പൊ ഇവിടെ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഫാത്തിമയുടെ ഉപ്പ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇല്ല, ഒന്നും പറഞ്ഞില്ല. പരീക്ഷയ്ക്ക് പോകണം എന്നുള്ള രീതിയിൽ രണ്ടാളും നല്ല രീതിയിൽ തന്നെയാണ് പോയത്. അശ്വതി എന്ന് പറഞ്ഞ കുട്ടീൻ്റെ അമ്മയും അച്ഛനും എടപ്പാളെന്ന് വരുന്നുണ്ട്. അപ്പോൾ വലിയ പാടത്ത് വന്നിട്ട് അവർ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോയാൽ മതി, പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള ക്യാഷ് മതി, 5 രൂപ മതി ബസ്സിനുള്ളത്, 10 രൂപ വേണ്ടെന്ന് പറഞ്ഞിട്ട് 5 രൂപ പേസിൽ നിന്ന് എടുത്തിട്ടാണ് പോയത്. 11:30 മണിക്ക് വലിയ പാടത്തു നിന്ന് കയറി 11:45 അവരെ അശ്വതിൻ്റെ അച്ഛനും അമ്മയും ക്യാൻറ്റീനിൻ്റെ അവിടെ ഇറക്കി കൊടുത്ത്, പിന്നെ ഭക്ഷണത്തിനുള്ള പൈസ ഷേതക്ക് നോമ്പാണ്, അശ്വതിക്കുള്ള ക്യാഷ് അവരച്ഛനും കൊടുത്തും ചെയ്ത്. അവർ 11:45 അവിടെ ഇറക്കി കൊടുത്തും കൊണ്ട് അമ്മയും അച്ഛനും പോവുകയും ചെയ്ത്. പിന്നെ 2 മണിയായിട്ടും പരീക്ഷ ഹാളിൽ കാണാതായപ്പോഴാണ് പിന്നെ ഷാന എന്ന് പറഞ്ഞ കുട്ടീൻ്റെ അടുത്ത് ടീച്ചറിന് നമ്പർ വാങ്ങിയിട്ട് എന്നെ വിളിക്കുന്നത്. ഓക്കെ, അതായത് ഭക്ഷണം കഴിക്കാനുള്ള ആ പൈസ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇയാളുടെ കയ്യിൽ നിന്ന് 5 രൂപ, ബസ്സിന് ഒരാൾ 5 രൂപയെ കൊടുത്തിട്ടുള്ളൂ എന്ന് പറയുന്നത്. അതായത് ഇവരുടെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ള ഒരു ഇതിലാണ് ഇരിക്കുന്നത്. പക്ഷേ പൈസ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ കുട്ടികൾക്കൊക്കെ ഗൂഗിൾ പേ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ. അതുകൂടാതെ തന്നെ സ്റ്റുഡൻസിനുള്ള ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അതിലേക്ക് ഫണ്ട് കിട്ടാനുണ്ട് സാധ്യത ഉണ്ട്. അപ്പോൾ ഫണ്ട് ഇല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് പൂർണ്ണമായിട്ടും ഇതാക്കാൻ പറ്റില്ല. ഫണ്ട് ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. ഓൾറെഡി മുന്നേ സേവ് ചെയ്ത ഫണ്ട് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പോൾ ട്രെയിൻ യാത്ര ചെയ്യാനൊന്നും പറ്റില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇനി അവിടെ നിന്ന് എവിടെ പോയി എന്നുള്ളൊരു കാര്യം കണ്ടെത്തുക എന്നുള്ളതാണ്. വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഡ്രസ്സോ മറ്റോ കൊണ്ടുപോയിട്ടാണ്? ഒന്നും കൊണ്ടുപോയിട്ടൊന്നുമില്ല, യൂണിഫോം ഇട്ടിട്ടാണ് അത് പോയിട്ടുള്ളത്. ഇപ്പൊ യൂണിഫോം ഇട്ടിട്ടാണ് പോയിട്ടുള്ളത്. വീട്ടിൽ നിന്ന് എക്സ്ട്രാ വസ്ത്രം ഒന്നും എടുത്തിട്ടില്ല എന്നാണ് നമ്മുടെ ഓക്കെ, വീട്ടിൽ നിന്ന് മറ്റു വസ്ത്രങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ല എന്നാണ് അശ്വതിയുടെ അച്ഛൻ പറയുന്നത്. ഇത് പുറത്തുനിന്നുള്ള വസ്ത്രമാണോ? ഇത് നേരത്തെ ഇപ്പോൾ ഫാത്തിമയുടെ അച്ഛനോട് ഉപ്പാനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമായിരുന്നു, ആ ഡ്രസ്സ് വീട്ടിൽ നിന്ന് കൊണ്ടുപോയതാണോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിയതാണോ എന്നുള്ളത്. അശ്വതിയുടെ എല്ലാ ഡ്രസ്സിൽ നിന്ന് അച്ഛൻ കൺഫേം ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല പ്ലാൻ തന്നെ, ഒരു അടിപൊളി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി പോലീസുകാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനൊക്കെ ലൊക്കേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അത് CCTV പോലീസുകാരെ പോയിട്ട് വെരിഫൈ ചെയ്യുന്നുണ്ട്. ഈ പെൺകുട്ടികളുമായിട്ട് കോണ്ടാക്ട് ഉള്ള ആൾക്കാരെ വെരിഫൈ ചെയ്യുന്നുണ്ട്. അവരുടെ പ്രസന്റ് ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടും പെൺകുട്ടികളുടെ CDR പുതിയതായിട്ട് കിട്ടുന്നതിനനുസരിച്ചും നമ്മൾ അപ്ഡേറ്റ് എടുക്കുന്നുണ്ട്. രണ്ടുപേരെയും കോണ്ടാക്ട് ചെയ്ത നമ്പർ ഉണ്ട്. ആ നമ്പറിന്റെ ലൊക്കേഷൻ മഹാരാഷ്ട്രയാണ് കാണിക്കുന്നത്. ഇപ്പം ആ കൂടെ തന്നെ ഉള്ള കുട്ടികളുണ്ടാവും നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും കോഴിക്കോട് എത്തിയതിന് ശേഷം എന്തായാലും മഹാരാഷ്ട്രയിൽ എത്താനുള്ള ഒരു സമയം, ഇനിയിപ്പോൾ കോഴിക്കോട് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി ഭാഗത്താണ് കിടക്കുന്നത്. കോഴിക്കോട് എന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് എത്താനുള്ള സാഹചര്യം വളരെ കുറവാണ്. പിന്നെ അത് മഹാരാഷ്ട്രയിലാണ് പിന്നെ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ IP അഡ്രസ്സോ അല്ലെങ്കിൽ ലൊക്കേഷൻ ചേഞ്ചിങ് അല്ലെ ആപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റൂല. ഇപ്പൊ ആ രീതിയിലൊക്കെ കാലഘട്ടം മാറിയിട്ടുണ്ടേ. നമ്മളെക്കാൾ കൂടുതൽ 2K കിഡ് ജീനിയസ് ആണെന്നല്ലേ പറയുന്നത്. അങ്ങനെയൊക്കെ സാധ്യത ഉണ്ട്. എന്തായാലും ഇടവണ്ണയിൽ നിന്നും കോൾ ചെയ്ത ആ ഒരു കോളാണ് ഇതിൽ നിർണായകമായിട്ടുള്ളത്. ആരാണ് അതിന്റെ ഉടമസ്ഥൻ, ആരാണ് അത് എന്ന് കണ്ടെത്തുക വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ലോകം മുഴുവൻ ഇവരുടെ ഫോട്ടോ ഭയങ്കരമായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് അവരെ കണ്ടെത്താൻ വളരെ എളുപ്പമാവും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. പിന്നെ പല ആളുകളും ഈ ന്യൂസ് ചാനലിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് പറയുന്നത്, അതായത് ഇവരെന്തിനാണ് അങ്ങനെ ക്ലൂ കൊടുക്കുന്നത്, ഇങ്ങനെ ക്ലൂ കൊടുക്കുന്നത് എന്നുള്ളത്. എല്ലാ ജനങ്ങളും ഒരു അലേർട്ടായിരിക്കട്ടെ, ആ കുട്ടിയെ കാണുമ്പോൾ അപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാൻ വേണ്ടിയിട്ടും കൂടി ഇതൊരു ഉപകാരപ്പെടും എന്നുള്ളതാണ് അല്ലേ. എന്തായാലും നമ്മുടെ നാട്ടിലുള്ള ഇപ്പോഴത്തെ കുട്ടികളുടെ മനോഭാവത്തെ കുറിച്ച് നിങ്ങളും ചിന്തിച്ച് നോക്കിയേ. നല്ല അടിപൊളിയാണല്ലേ. അതാണ് അവസ്ഥ. നമ്മുടെ കുട്ടികളെ നമ്മൾ നോക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് കുട്ടികൾക്ക് നല്ല ഓവർ സ്വാതന്ത്ര്യം കൊടുത്താലും കുഴപ്പമാണ്, ഓവറായിട്ട് അവരെ പിടിച്ചു വെച്ചാലും പ്രശ്നമാണ്. മിഡിൽ നിൽക്കുക, അവരുടെ കൂട്ടത്തിലെ ഒരാളായിട്ട് മാറാനേ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. അങ്ങനെ ചെയ്താൽ മാത്രമേ അവരെ നമ്മുടെ കൂട്ടത്തിനെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവരെ പാട്ടിന് പോകും. നമ്മൾ തന്തവൈബ് അടിച്ചിരുന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ? തന്തവൈബ് തന്നെയാണ് ഏറ്റവും നല്ലത്. എന്നിരുന്നാൽ പോലും ആ തന്തവൈബിന്റെ ഇടയിൽ ഒരു ആക്ടിങ് എന്ന രീതിയിലെങ്കിലും അവരുടെ കൂട്ടത്തിൽ കൂടിയിട്ട് അവരെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഒരു പക്ഷേ ഈ 2K കിഡ് അടിപൊളി, അവർ ഭയങ്കര ബുദ്ധിമാന്മാരാണ്, അതാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്നാൽ ഈ 90s-ന്റെയും 80s-ന്റെയും ബോധത്തിന്റെ അപ്പുറത്തൊക്കെ അവർക്ക് വരാൻ കഴിയില്ല. എല്ലാ ടെക്നോളജികളും കൃത്യമായി രുചിച്ചറിഞ്ഞ് ഓരോ ചേരുവയും മനസ്സിലാക്കിയൊരു നമ്മളാ അല്ലെ. ജാവ മുതൽ ഇപ്പോൾ ഈ ഒരു iOS വരെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മളാ.
നമ്മളെക്കാൾ കൂടുതലായിട്ട് അത്രയും ബോധം അവർക്ക് ഉണ്ടാവില്ല ഇങ്ങനത്തെ കാര്യങ്ങളിൽ. അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. നമ്മളിപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്നുണ്ട്, പക്ഷെ കൂടുതലായിട്ട് അതിലേക്ക് ഇറങ്ങി ചെല്ലാതിരുന്ന് തന്തവൈ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾ പോണത് ഏത് വഴിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് പറയാൻ പറ്റില്ല, ലഹരി ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല. ഇതിലിപ്പോൾ കുറേ ആളുകൾ ഒരു വൃത്തിയുടെ കമന്റ് ലെസ്ബിയൻ ആണ് എന്നുള്ള ഒരു കാര്യമൊക്കെയാണ്. എന്താടാ പൊന്നു മക്കളെ, ചെറിയ മക്കളാണ്, ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഒന്ന് ആലോചിക്കണത് നല്ലതാണ് കേട്ടോ. അതൊക്കെ നന്നായിട്ട് ചിന്തിച്ചിട്ടാണ് സംസാരിക്കുക. അതുപോലെ തന്നെ സിറിയയിലൊക്കെ നോക്കുന്നൊക്കെ പറയുന്ന കുറെ നാറികളുണ്ട്. അതൊക്കെ ശരിക്കും ഊള പരിപാടികളാണ്. അതൊന്നും ഇവിടെ പറയാൻ പാടില്ല. കുട്ടികൾ തന്നെ കാര്യങ്ങൾ പറയും എന്താണ് ഏതാണെന്നുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് എഴുതാപ്പുറം വായിക്കുന്ന കുറെ ആളുകളുണ്ട്. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നടുവിരൽ നമസ്കാരം. ഓക്കെ, പരമാവധി ഷെയർ ചെയ്തോളൂ. ഈ കുട്ടികളെ എവിടെ നിന്നെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് ആ ഫാമിലിക്ക് വലിയൊരു കാര്യമാവും. അത്ര വിഷമിച്ചിരിക്കുകയാണ് അല്ലേ. ഓക്കെ, ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ സൈനിങ് ഓഫ്.